ലോക പ്രവാസി സംഗമത്തിന്റെ ഭാഗമായി തിരുവല്ലയിൽ സംഘടിപ്പിച്ച മൈഗ്രേഷൻ കോൺക്ലേവിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പത്തനംതിട്ടയിൽ അറിയിച്ചു. അഭ്യസ്തവിദ്യരായ തൊഴിൽ അന്വേഷകർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇതിനായി പ്രവാസി സംഗമത്തിന്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ജോലിക്കായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 48,000 അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ നൽകുന്നതിനുള്ള തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ ആദ്യഘട്ടമായിട്ട് 5,704 പേർക്ക് ജോലിക്കുള്ള അവസരങ്ങളുടെ ലിസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഓരോ വിവിധ തൊഴിൽ സ്ഥാപനങ്ങളിൽ അത് ചില വിദേശത്താണ്, ചിലത് ഇന്ത്യയിലാണ്, ചിലത് കേരളത്തിലാണ്. എന്ത് തൊഴില്, എന്ത് ശമ്പളം, ഇതെല്ലാം കൃത്യമായിട്ട് കുറിച്ചിട്ടുള്ള രേഖ നിങ്ങൾക്ക് വിതരണം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ ചെറുകിട നൂതന തൊഴിൽശാലകൾ ഉടൻ തുറക്കും. പ്രവാസികൾ ഏറെയുള്ള ജില്ലയിൽ ഡിജിറ്റൽ ഗ്രിഡ് സ്ഥാപിക്കുമെന്നും തോമസ് ഐസക് പറഞ്ഞു. പാർട്ടി തീരുമാനിച്ചാൽ ജില്ലയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. തുടർന്ന് സ്വകാര്യ മൂലധനത്തിനെതിരെ പാർട്ടി എതിരല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ പത്മകുമാർ, കെ ബി ഹർഷകുമാർ, കഥാകൃത്ത് ബെന്യാമിൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Mount Zion Medical College Hospital, Adur, Pathanamthitta.